ജാമ്യമില്ല. രാഹുൽ ഈശ്വർ അവസാനം ജയിലിലെ നിരാഹാരം അവസാനിപ്പിച്ചു. രാഹുൽ ഈശ്വറിന് അതാണ് വിധിച്ചത്. വിധിയെ തടുക്കാനാവില്ലല്ലോ, അല്ലെ? തടുക്കാൻ മാത്രമല്ല, തരപ്പെട്ട വിധി അത് ബഹുമാനപ്പെട്ട കോടതിയുടേതാവുമ്പോൾ ആ വിധിയെ പഴിക്കാനും പാടില്ല. പ്രകൃതിയുടെ വിധി പക്ഷേ പഴിക്കലിന്റെയും ശാപത്തിന്റെയും ഒക്കെ പരിധിയിൽ വരും കേട്ടോ. അതായത് വിധിക്ക് ഇരപ്പെട്ട് നട്ടം തിരിയുന്ന ഹതഭാഗ്യർക്ക് പ്രകൃതിയുടെ വിധിയെ മിതമായ നിലയിൽ പഴിക്കാനും അതുപോലെ തന്നെ തീവ്രത കുറഞ്ഞ നിലയിൽ ശപിക്കാനും ഒക്കെ അവകാശമുണ്ട്. വേണമെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഈ പ്രകൃതി അലക്ഷ്യം എന്ന് പറയുന്ന അപായത്തിനു കൂടി ദുർവിധിക്കാർ ഇരപ്പെടില്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം കേട്ടോ. എന്നാൽ കോടതി വിധികളെ നിരൂപിക്കാനോ നിരീക്ഷിക്കാനോ വിശകലനം ചെയ്യാനോ വിമർശിക്കാനോ ഒന്നും പാടില്ല. സാമൂഹ്യ ബോധമുള്ള പൗരന്മാർക്ക് ചേർന്ന പണിയുമല്ലത്, അല്ലേ? അല്ല, അതെനിക്ക് വളരെ നന്നായിട്ട് അറിയാം. കോടതി വിധികളെ നിർബന്ധിത മാനിക്കലിന് വിധേയപ്പെടുത്താനും അവയെ സ്വാഗതം ചെയ്യാനും മാത്രമേ പൗരജനതയ്ക്ക് അവകാശമുള്ളൂ. അതായത് നമ്മുടെ ജനാധിപത്യം നിലവിൽ ബഹുമാനപ്പെട്ട കോടതികളെക്കാൾ ബഹുമാനപ്പെട്ടതായി മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിന് എതിരായിട്ടുള്ള ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയെ വളരെ ആദരവോടെ മാനിച്ചുകൊണ്ട് വിധിയാമണ്ണം ആ വിഷയത്തിൽ നിന്നും പോങ്ങനാക്കെടുക്കുകയാണ്. പകരം രാഹുൽ ഈശ്വറിന്റെ വക്കീൽ ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപാകെ നടത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനത്തെ പറ്റിയാണ് പോങ്ങനെന്ന് പറയുന്നത്. തന്റെ കക്ഷിയായ രാഹുൽ ഈശ്വർ തികഞ്ഞ ഒരു ബുദ്ധിശൂന്യനാണ് എന്നും അതിനാൽ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു നൽകണമെന്നുമാണ് ഈ രാഹുലിന്റെ വക്കീൽ കോടതിക്ക് മുന്നിൽ പറഞ്ഞു കൊടുത്തത്. ഒരുമാതിരി സാക്ഷ്യം പറയുന്നത് പോലെ. മന്ദബുദ്ധികളുടെ ജന്മാവകാശമാണ് ജാമ്യം എന്ന വിചാരത്തിലാണോ രാഹുലിന്റെ വക്കീൽ അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. എന്തായാലും എതിർഭാഗം വക്കീലിന് അങ്ങനെ ഒരു അഭിപ്രായം രാഹുലിനെ പറ്റി ഉണ്ടായിരുന്നില്ല. അതായത് രാഹുലിന്റെ വക്കീൽ പറഞ്ഞത് തീർത്തും തെറ്റാണ് എന്നും അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിന്റെ വക്കീലല്ല, രാഹുൽ ഈശ്വർ ഒന്നാന്തരം ബുദ്ധിമാനാണെന്നും അതുകൊണ്ട് രാഹുൽ ഈശ്വറിന് അല്പം പോലും ജാമ്യം അനുവദിക്കരുത് എന്നുമാണ് അദ്ദേഹം കോടതിയിൽ വാദിച്ചത്. അതെന്തായാലും ബഹുമാനപ്പെട്ട കോടതി രാഹുലിന്റെ വക്കീലിനെ വിശ്വാസത്തിലെടുക്കാൻ ഒട്ടും തന്നെ കൂട്ടാക്കിയില്ല കേട്ടോ. പ്രാസംഗികൻ, ബഹുഭാഷാ സംസാരകൻ, തത്വശാസ്ത്രജ്ഞൻ, അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ ചാർച്ചികൻ, ഗ്രന്ഥകാരൻ എന്നീ നിലകളിലൊക്കെ കീർത്തി കേട്ടവനായിട്ടുള്ള ഒരുവൻ എങ്ങനെ മണ്ടനാവും എന്ന് പറയുന്ന സംശയം ബഹുമാനപ്പെട്ട കോടതിക്ക് ഉണ്ടായിട്ടുണ്ടാവാം എന്ന് പറയുന്ന ഒരു ചിന്തയാണ് എനിക്കുള്ളത്. എന്തായാലും ഈ രാഹുൽ ഈശ്വർ മണ്ടനാണെന്ന് കോടതി വിധിച്ചിട്ടില്ല കേട്ടോ. പകരം ജാമ്യം അങ്ങോട്ടേക്ക് നിഷേധിച്ചു. രാഹുൽ ഈശ്വറിനെ മെഡിക്കൽ കോളേജ് ആശുപത്രി സെല്ലിലേക്ക് മാറ്റി. ജാമ്യ നിഷേധം എന്ന വിധിയെ മാനിക്കുമ്പോൾ തന്നെ ഒരു കാര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതിക്ക് തെറ്റുപറ്റി എന്ന് പറയുന്ന ഒരു ബോധ്യം പോങ്ങനുണ്ട് എന്ന് വളരെ രഹസ്യമായി പോങ്ങൻ ഇവിടെ ഒന്ന് അറിയിക്കുകയാണ്. അതായത് രാഹുൽ ഈശ്വറിന്റെ വക്കീൽ പറഞ്ഞത് 100% സത്യമായിരുന്നു എന്നുള്ള പക്ഷമാണ് എനിക്കുള്ളത്. കറതീർന്ന ഒന്നാന്തരം മണ്ടൻ തന്നെയായിരുന്നു ശ്രീമാൻ രാഹുൽ ഈശ്വർ. മണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാ താരം ബാല പറഞ്ഞതുപോലെ ലോകപൊട്ടൻ എന്ന് പറയുന്ന ഗണത്തിൽ വരുന്ന അത്രയും രസ്യനൊരു മണ്ടൻ. പോലീസ് രാഹുലിന്റെ വീട്ടിൽ ചെന്ന സമയത്ത് അദ്ദേഹം അത് വീഡിയോ രൂപത്തിലാക്കി പകർത്തി വെച്ചിരുന്നു. ബഹുമാനപ്പെട്ട കോടതി അത് കണ്ടിരുന്നുവെങ്കിൽ രാഹുലിന്റെ വക്കീലിന് പ്രബുദ്ധ കേരളത്തിലെ ഏറ്റവും സത്യസന്ധനായിട്ടുള്ള മനുഷ്യനുള്ള ഹരിശ്ചന്ദ്രൻ പുരസ്കാരം സമർപ്പിക്കുമായിരുന്നു എന്ന് പറയുന്ന ഒരു വിചാരം പോകുന്നുണ്ട്. എന്ന് മാത്രവുമല്ല, ആവശ്യമായിട്ടുള്ള അളവ് ജാമ്യം രാഹുലിനും കോടതി നൽകുമായിരുന്നു. എന്തായാലും ആ വീഡിയോ പോകുന്നത് കാണിക്കാം. ലാപ്ടോപ്പ് ഓഫീസിലാണ്, ടെക്നോ പാർക്ക്. ഇന്ന് നടപ്പ പോലീസുകാര് എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ്. അതിനുവേണ്ടിയാണ് ഇവർ വന്നത്. എൻ്റെ ലാപ്ടോപ്പ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പം തന്നെ എടുത്ത് മാറ്റട്ടെ. ഈ ലാപ്ടോപ്പ് എവിടെയെന്ന് ചോദിച്ച പോലീസുകാരെ പറ്റിക്കാനായി ലാപ്ടോപ്പ് ടെക്നോ പാർക്കിലെ തന്റെ ഓഫീസിലാണെന്ന് വളരെ ബുദ്ധിപൂർവ്വം രാഹുൽ ഈശ്വർ കള്ളം പറഞ്ഞു. എന്നിട്ട് വളരെ ബുദ്ധിപൂർവ്വം തന്റെ വീട്ടിൽ തന്നെ ലാപ്ടോപ്പ് അതീവ രഹസ്യമായി രാഹുൽ ഈശ്വർ ഒളിപ്പിച്ചും വെച്ചു. എന്നിട്ട് വളരെ ബുദ്ധിപൂർവ്വം രാഹുൽ ഈശ്വർ അതെല്ലാം ക്യാമറയിൽ പകർത്തി. അവിടം കൊണ്ടും ബുദ്ധി പ്രകടനം മതിയാക്കിയില്ല രാഹുൽ. അതെല്ലാം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി രാഹുൽ ഈശ്വർ വളരെ ബുദ്ധിപൂർവ്വം മനോഹരമായി പങ്കിട്ടു. ഇപ്പോഴും രാഹുൽ ഈശ്വർ വിശ്വസിക്കുന്നത് തന്റെ ലാപ്ടോപ്പ് തപ്പി പോലീസുകാർ അങ്ങനെ അങ്ങോട്ടേക്ക് അലയുകയാണെന്നാണ്. തനിക്കും തന്റെ പ്രേക്ഷകർക്കുമല്ലാതെ മറ്റാർക്കും ആ ലാപ്ടോപ്പ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയില്ലെന്ന് വിശ്വസിക്കുന്ന ആ ബുദ്ധിമാനെ അദ്ദേഹത്തിന്റെ വക്കീൽ മണ്ടൻ എന്ന് വിളിച്ചത് തെറ്റാണോ? ഒരിക്കലുമല്ല. പോങ്ങൻ അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ മണ്ടൻ എന്നും മറ്റും വിളിക്കുന്നതും പറയുന്നതുമൊന്നും അത്ര കണ്ട് നല്ല കാര്യമല്ല എങ്കിൽ കൂടി രാഹുൽ ഈശ്വറിന്റെ വക്കീൽ കോടതിക്ക് മുൻപാകെ അങ്ങനെ പറഞ്ഞതിനെ ഒരു മര്യാദകേടായിട്ട് കാണേണ്ട കാര്യമില്ല. അതിനകത്തെ ഒരു രാഷ്ട്രീയ ശരിയോ അതിനകത്തെ ഒരു മാനവിക ബുദ്ധിയോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. രാഹുൽ ഈശ്വറിന്റെ സൈദ്ധാന്തിക സാമർഥ്യത്തെ പറ്റി ബഹുമാനപ്പെട്ട നമ്മുടെ കോടതി വെച്ച് പുലർത്തുന്ന തെറ്റിദ്ധാരണ തീർച്ചയായിട്ടും അവസാനിപ്പിക്കണമെന്ന് വളരെ ആദരവോടെ ഈ പോങ്ങൻ കോടതിയോട് അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ. ഈ കാരിരുമ്പിന്റെ കരുത്തുള്ള നല്ല അരോഗ ദൃഢഗാത്രനായിട്ടുള്ള ഒരു ഷണ്ഡൻ എന്ന് പറയുന്നത് പോലെയാണ് രാഹുലിന്റെ സൈദ്ധാന്തിക സാമർഥ്യം. എന്ന് വെച്ചാൽ അതിബുദ്ധിമാനായിട്ടുള്ള ഒരു തിരുമണ്ടൻ.
പോലും കഴിച്ചത് വേറൊരാളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാണ് രഞ്ജിത പുളിക്കൽ. എന്നാൽ താനൊരു മണ്ടനാണോ എന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ പറയുന്ന ഉത്തരമാണ് ബഹുരസം. ഞാനൊരു ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്. കേട്ടില്ലേ? മണ്ടൻ മാത്രമല്ല, സത്യം മാത്രം പറയുന്ന സാധുവുമാണ് ആ മനുഷ്യൻ. ഗാന്ധിജിയാണ് ഇഷ്ടപുരുഷൻ, അഹിംസയാണ് ജീവിത മുദ്ര, നിരാഹാരമാണ് സമരമുറ. ജയിലിൽ 2 നാൾ നിരാഹാരം കിടന്നു. വിശപ്പ് ശീലമുള്ള ആളൊന്നുമല്ല, എന്നിട്ടും നിരാഹരിച്ചു. 2 ദിവസമായി നിരാഹാരം. ആർക്കു വേണ്ടിയാണത്? തനിക്ക് വേണ്ടിയല്ല, അത് ഉറപ്പ്. രാഹുലിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മാത്രവുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളക്കരയിൽ പുല്ലിംഗവുമായി കഴിയുന്ന സകല മനുഷ്യർക്കും വേണ്ടിയാണ് ആ മനുഷ്യൻ നിരാഹാരം കിടന്നത്. അത് മറന്നു പോവരുത് ഒരു പുരുഷൻ പോലും. നമ്മുടെ ഹനുമാൻ സ്വാമി നെഞ്ചു പിളർന്നതുപോലെ ജാക്കറ്റ് പിളർന്ന് രാഹുൽ മാങ്കൂട്ടമല്ല, രാഹുൽ ഈശ്വർ മാലോകർക്ക് മുന്നിൽ കാണിച്ചത് കണ്ടില്ലേ? ജാക്കറ്റ് പിളർന്ന് ആ നെഞ്ചിൽ നിറയെ പുരുഷന്മാരെ ഓർത്തുള്ള ആവലാതിയാണ്. കണ്ടില്ലേ? അത് പ്രബുദ്ധ കേരളത്തിൽ ഒരു പുരുഷ കമ്മീഷൻ സാധ്യമാക്കാനാണ് ആ മനുഷ്യൻ ജനിച്ചത് തന്നെ. നിരാഹാരം കിടന്നത് അണ്ടകടാഹത്തിലെ സകല പുരുഷന്മാർക്കും വേണ്ടിയാണ്. എന്നിട്ട് പുരുഷന്മാർ ആ പുരുഷ സ്നേഹിക്കൊപ്പം നിലകൊണ്ടോ? ഒട്ടും തന്നെ ഇല്ല, ഒട്ടും തന്നെ. പോലീസുകാരായ പുരുഷന്മാർ പിടിച്ച് ജയിലിലിട്ടു ആ പുരുഷ സ്നേഹിയെ. വക്കീലായ പുരുഷൻ മണ്ടൻ എന്ന് വിളിച്ചു ആ പുരുഷ സ്നേഹിയെ. ന്യായാധിപനായിട്ടുള്ള പുരുഷൻ ജാമ്യം നിഷേധിച്ചു ആ പുരുഷ സ്നേഹിയുടെ. മാധ്യമ പ്രവർത്തകരായ പുരുഷന്മാർ മതിയായ ശുഷ്കാന്തി കാട്ടിയില്ല ആ പുരുഷ സ്നേഹിയോട്. സാധാ മലയാളി പുരുഷന്മാർ തെരുവിൽ ഇറങ്ങിയില്ല ആ പുരുഷ സ്നേഹിക്ക് വേണ്ടി. പുരുഷന്മാരുടെ ഈ അവഗണനയും നന്ദികേടും തിരിച്ചറിഞ്ഞ വിഷമത്തിലാണ് ആ പുരുഷ സ്നേഹി ഒരു പിടി ചോറിനായി യാചിച്ചത്, ഒരു തുള്ളി ദാഹജലത്തിനായി കെഞ്ചിയത്. സത്യമായിട്ട് ഓർത്താൽ കരയാൻ മുട്ടുന്നുണ്ട്. കരയാൻ പറ്റുന്ന നേരമല്ല, അതുകൊണ്ട് പറയാണ്. നിരാഹാര തുടർച്ചയ്ക്കുള്ള ശേഷിയില്ലാത്തത് കൊണ്ടല്ല അദ്ദേഹം അന്നം യാചിച്ചത്, ജലം യാചിച്ചത്. ദുഃഖം കൊണ്ട്, നിരാശ കൊണ്ട്. ഈ ക്ണാപ്പന്മാരായിട്ടുള്ള ഒളോക്കോടന്മാരായിട്ടുള്ള പുരുഷ കേസരികൾക്ക് വേണ്ടി ഇത്രമാത്രം ത്യാഗം അനുഭവിച്ചിട്ട് ഈ നായിൻ്റെ മക്കൾ എനിക്കൊപ്പം ഇല്ലല്ലോ എന്ന് പറയുന്ന വ്യഥയിൽ ആ മനുഷ്യൻ ചോറ് തിണ്ടിയതാണ്, വെള്ളം തേടിയതാണ്. സത്യത്തിൽ നിരാഹാര സത്യാഗ്രഹം വെടിഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ ഭക്ഷിച്ച അന്നവും പാനിച്ച ആ ജലവും പുരുഷന്മാരുടെ ഉച്ചിയിൽ വീണ ശാപമാണെന്നാണ് പോങ്ങന്റെ ഒരു പക്ഷം. ഭയക്കണം. സുഡാനുഗ്രഹിയായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ ശാപം തലമുറകളോളം കേരളീയ പുരുഷന്മാരെ വലയ്ക്കുമെന്നാണ് ഈ പോങ്ങൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പോങ്ങൻ അങ്ങനെ ഭയക്കുന്നുണ്ട്. പുരുഷ കമ്മീഷൻ എന്ന ജന്മലക്ഷ്യം നിറവേറ്റാൻ വേണ്ടുന്ന പരിശ്രമ സഹകരണങ്ങൾ പുരുഷ സ്നേഹിയായ രാഹുൽ ഈശ്വറിന് നൽകാൻ ഇനിയെങ്കിലും മലയാളി പുരുഷൻ തയ്യാറാവണം എന്ന് പറയുന്ന എളിയ അഭ്യർത്ഥന പങ്കുവച്ചുകൊണ്ട് ഈ പുരുഷൻ തൽക്കാലത്തേക്ക് നാവടക്കുകയാണ്. കേരളീയ പുരുഷന്മാരുടെ രക്ഷയ്ക്ക് കേരളത്തിൽ ഒരു പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്ന ആഗ്രഹം, അത് സാക്ഷാത്കരിക്കേണ്ടതിൻ്റെ ആവശ്യകത, അതിനുവേണ്ടിയാണ് ആ മനുഷ്യൻ ജയിലിൽ കിടക്കുന്നത്. ഒരൊറ്റ പുരുഷനും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ പോങ്ങ പുരുഷന് നല്ല വിഷമക്കാര്യത്തിലുണ്ട്. എന്തു പറയാനല്ലേ? കൂടുതലൊന്നുമില്ല. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. ഈ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ സന്മനസ് കാണിക്കുന്ന എല്ലാ പ്രബുദ്ധരോടുമുള്ള എൻ്റെ കൃതജ്ഞത വളരെ ആത്മാർത്ഥമായി പങ്കിട്ടുകൊണ്ട് പോങ്ങൻ ഈ സംസാരം ഇവിടെ നിർത്തുന്നു. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നല്ലത് മാത്രം വരട്ടെ. സ്നേഹം എല്ലാവരോടും. അതിസമ്പന്നരായിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോയ്ക്ക് ഇരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഒന്ന് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ചാനലിൻ്റെ വരിക്കാരാവണം. ചെറിയ ഒരു തുക കൊടുത്തുകൊണ്ട് ആ ജോയിൻ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. തീർച്ചയായിട്ടും പറ്റും. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്വഭാവ രീതി വെച്ചുകൊണ്ട് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിലനിന്നു പോവാൻ സംഘടിത ശക്തിയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു സമൂഹത്തിന്റെ പ്രിയത്തിന് ഇരപ്പെട്ടേ മതിയാവുള്ളൂ. അതല്ലെങ്കിൽ അമ്മാതിരി വിനോദം പകരുന്ന എന്തെങ്കിലുമൊക്കെയുള്ള ഒരു പ്രകടനം ആയിരിക്കണം പോങ്ങൻ ഇവിടെ നടത്തുന്നത്. അങ്ങനല്ല. ഞാൻ പൊതുവെ ഈ സാമൂഹ്യ കാര്യങ്ങളെ, ആനുകാലിക സംഭവ വികാസങ്ങളെ എൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങോട്ട് അവതരിപ്പിച്ചു പോകുന്നത് കൊണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ പൊതുവെ ഒരു വലിയ കൂട്ടത്തെ സ്വാധീനിക്കാനോ, വലിയ കൂട്ടത്തിന്റെ സ്നേഹത്തിന് ഇരപ്പെടാനോ, വലിയ കൂട്ടത്തിന്റെ പ്രിയത്തിന് ഏതെങ്കിലും നിലയിൽ പാത്രമാവാനോ കഴിയുന്നതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കാഴ്ചക്കാർ നിരന്തരം കുറയും. എന്ന് മാത്രവുമല്ല, ഞാൻ സംസാരിക്കുന്നതിനകത്ത് എപ്പോഴും ആർക്കെങ്കിലുമൊക്കെ എന്നോട് ഭയങ്കര നീരസം തോന്നുന്ന ഉള്ളടക്കം അതിനകത്തുണ്ടാവും. സ്വാഭാവികമായിട്ടും എന്നോട് നീരസം തോന്നുന്ന ആളുകളൊക്കെ തന്നെ സമൂഹത്തിൽ അത്യാവശ്യം സ്വാധീനശേഷിയുള്ള ആളുകളുമാണ്. അതുകൊണ്ട് അവർ പണി തരുന്നതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവന്മാരുടെ രീതിക്കല്ല ഞാൻ നിൽക്കുന്നത്. അവരുടെ ദാസനാവുന്നില്ല. അവരുടെ ആസനം എടുത്ത് ഞാൻ തലയിൽ ചുമക്കുന്നില്ല.
അവർക്ക് സ്തുതി പാടുന്നില്ല, അവരുടെ കൊള്ളരുതായ്മകൾ മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ച് ഞാൻ നിൽക്കുന്നില്ല, ഞാൻ എൻ്റെ സൗകര്യത്തിന് എനിക്ക് തോന്നുന്ന പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അവർക്ക് നമ്മളോട് ദേഷ്യം തോന്നും. ദേഷ്യം തോന്നരുതെന്ന് എങ്ങനെ പറയാൻ പറ്റും? ദേഷ്യം പ്രകടിപ്പിക്കും, നീരസം പ്രകടിപ്പിക്കും, പക പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ പക വീട്ടാൻ നോക്കും. കൊല്ലാൻ മാത്രമുള്ള പക ഇന്നും നിലവിലായിട്ടില്ലാത്തത് കൊണ്ട് അതിജീവനം മുട്ടിക്കാൻ നോക്കും. പൂർണ്ണതി മുട്ടിച്ച് കൂടെ നിർത്താൻ പറ്റുമെന്ന് നോക്കും. അതല്ലെങ്കിൽ നശിപ്പിച്ച് നാരണക്കല് പിടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സഹകരണ ബുദ്ധിയും സഹജീവി സ്നേഹവും ഒക്കെയുള്ള ആർക്കെങ്കിലുമൊക്കെ നല്ല സാമ്പത്തിക സ്ഥിതിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ 299 രൂപ മുടക്കിക്കൊണ്ട് ഈ ചാനലൊന്ന് അതിനേക്കാൾ മേളിലൊക്കെ ഉണ്ട്. പക്ഷെ അത്ര ഒന്നും ചെയ്യണ്ട. എന്തെങ്കിലുമൊക്കെ ഒരു സഹായ സഹകരണങ്ങൾ സംഭവിച്ചാൽ തീർച്ചയായിട്ടും നാവാട്ടം അനസ്യൂതം എനിക്ക് തുടരാം, മറ്റാശങ്കകളൊന്നുമില്ലാതെ എന്ന് പറയുന്നൊരു സ്വാർത്ഥത കൊണ്ട് ചോദിക്കുന്നതാണ്. ജോയിൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും അതൊന്ന് ചെയ്യുക. വളരെ സ്നേഹം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. എല്ലാവരോടും സ്നേഹം. ടാറ്റ.